ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കാര്യങ്ങളുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കരിയാത്തമ്പാറ അതുപോലെ തന്നെ നമ്മുടെ കക്കയം റൂട്ട് പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ബുദ്ധിമുട്ടെന്നല്ല, ഇതൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് കാണാം, അത് ആ മല താണ്ടിയിട്ടാണ് നമുക്ക് കക്കയം ഭാഗം അതുപോലെ തന്നെ കരിയാത്തമ്പാറ ഭാഗത്തേക്ക് കല്ലാനോട് ഭാഗത്തേക്കൊക്കെ എത്തേണ്ടത്. അപ്പോൾ നിലവിലിവിടെ നല്ല രീതിയിൽ റോഡ് പണിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു റോഡ് പണിയുള്ള സമയത്ത് നിങ്ങൾ ഈ റൂട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രിപ്പ് എൻജോയ് ചെയ്യുന്ന ആ ഒരു മൊമെൻ്റ് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം ഇതുപോലുള്ള അതുപോലെ തന്നെ ഫുള്ള് പണി, പൊടിമണ്ണ് കാര്യങ്ങൾ, കുട്ടികളൊക്കെ കൊണ്ട് ബൈക്കിലൊക്കെ വരുന്ന വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുന്ന, ഞാൻ റൂട്ട് പോകുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഞാൻ സ്ഥിരം കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ വെച്ചിട്ട് കരിയാത്തമ്പാറയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, സൈഡായി പോകും, അല്ലെ ആ ഒരു ട്രിപ്പിൻ്റെ എൻജോയ്മെൻറ്റ് തന്നെ പോയി പോകുന്നൊരു സ്ഥിതിയാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ കൂരാച്ചുണ്ട് വഴി കല്ലാനോട് വന്നിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മളെ റൂട്ടെന്ന് പറയുന്നത് പൂനൂരിൽ നിന്നും എസ്റ്റേറ്റ് മുക്ക് വഴി തലയാട്, അതുപോലെ തന്നെ തലയാടിൽ നിന്ന് ഈ ഒരു മല കയറി ഇറങ്ങുമ്പോഴാണ് നമ്മൾ 27 എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്ലാനോടെത്തും. കല്ലാനോടാണ് കറക്റ്റ് ഏകദേശം ആ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ മറ്റേ റൂട്ട് കുറച്ച് ഒരു കോഴിക്കോട് റൂട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് അധികമാണെങ്കിൽ പോലും എന്തുകൊണ്ടും ആ റൂട്ടിൽ വരുന്നതായിരിക്കും മിക്കവാറും നല്ലൊരു സംഭവമാകും. ഞാൻ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ഞാൻ ഓരോ റൂട്ടും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ കാര്യങ്ങൾ നിങ്ങളിത് അറിയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ റൂട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വേറെ ഒന്നുമല്ല. അപ്പോൾ ബാക്കി നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം നമ്മളെ ഈ ഒരു സ്ഥലത്ത് എങ്ങനെയൊക്കെയാണ് റോഡ് പണി കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഗായ്സ്, ഇത്ര തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ. ഓക്കെ, നമ്മുടെ തലയാട് അങ്ങാടി വരുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നല്ല, കുറച്ച് മുന്നേ തന്നെ നമ്മുടെ റോഡ് പണി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് പിന്നെ ഈ ഒരു റൂട്ടിൽ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സാണ് ഈ പോകുന്നത്. നമ്മൾ ബസ്സിൻ്റെ ബാക്കിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത്രയും എന്താ പറയുക, അത്രയും പൊടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊരു വ്ളോഗോ കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴി കാര്യങ്ങളൊക്കെ ആണ്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിവിടുന്ന് ജസ്റ്റ് ഒന്ന് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മല എന്ന് പറഞ്ഞ ഒരു അവിടേക്ക് ജസ്റ്റ് എൻട്രൻസ് ആവുന്നത്. ഇതിലെ കയറിയിട്ട് നമ്മളെ വയലയുടെ റൂട്ടൊക്കെ താഴെ കൂടെയാണ്. അപ്പോൾ ഈ മുന്നിൽ പോകുന്ന അധികം ആൾക്കാരും നമ്മുടെ ഈ കക്കയം അതുപോലെ തന്നെ കരിയാത്തമ്പാറ, തോണിക്കടവ് ആ ഒരു ഏരിയാസിലേക്ക് പോകുന്ന ആൾക്കാരും പിന്നെ ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകളുമാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ കണ്ടില്ല, ഈ ഒരു പൊടി കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കാൻ നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും ഈ ഒരു പൊടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു തുറന്നു വെച്ച ഒരു മല താണ്ടിയിട്ട് തിരിഞ്ഞിട്ട് വേണം, അങ്ങനെ നമുക്ക് ആ ഒരു സൈഡിൽ കൂടി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം. ഗായ്സ്, നമ്മളിപ്പോൾ ഏകദേശം നമ്മളെ ഈ മലേൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലെത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലെത്തിയപ്പോൾ ഇതാണ് സ്ഥിതി. മണ്ണൊക്കെ ഫുള്ള് പൊടിച്ചിട്ടിട്ട് മെറ്റൽ കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചുള്ളൊരവസ്ഥയാണ്. ഇതിലൊക്കെ പോകുമ്പം തന്നെ വലിയ റിസ്കി ആയിട്ടുള്ള കണ്ടോ, അവിടെയൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഇവിടെ പ്രത്യേക ഏരിയച്ചുണ്ട്, മണ്ണിടിഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഇതൊക്കെ എപ്പം വേണമെങ്കിലും വീഴാം, ആ ഒരു സിറ്റുവേഷനാണ്.
അപ്പോൾ ഗായ്സ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ, നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കൂരാച്ചുണ്ടെന്ന് ഈ ഒരു കല്ലാനോട് ഭാഗത്തേക്ക് വരാൻ പറ്റും, കരിയാത്തമ്പാറ ആ ഭാഗത്തേക്ക്, അതുപോലെ തന്നെ കക്കയം ഭാഗത്തേക്കും നിങ്ങൾക്ക് കൂരാച്ചുണ്ട് വഴി കല്ലാനോട് വന്നിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ആ ഒരു വഴി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഈ ഒരു റൂട്ടിൽ കൂടെ ഒന്നും വരേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തായാലും ചെയ്യാം. ചെറിയ കുട്ടികളെ ബൈക്കിലൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, ഈ റൂട്ട് മാക്സിമം ഒഴിവാക്കുക. പിന്നെ റോഡ് പണി കാര്യങ്ങൾ, വലിയ വണ്ടികളുടെ കാര്യങ്ങളൊക്കെ പൊടികളാണ്. അപ്പം ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണ് ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ്. അപ്പം ഞാനൊരു റൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂരാച്ചുണ്ട് വഴിയുള്ള റൂട്ട്. ഞാൻ അതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലുശ്ശേരി റൂട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ കൂരാച്ചുണ്ടിലേക്ക് ഏകദേശം ഒരു 15, 16, 18 ആ ഒരു ഏകദേശം 1 കിലോമീറ്ററാണ് ബാലുശ്ശേരിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു റോഡ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് കമൻറ്റ് ചെയ്യുക, ഈ ഒരു റോഡ് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ നമ്മുടെ കോഴിക്കോട് തന്നെ ഉള്ളവർക്കല്ല കേട്ടോ ഒരിക്കലും ഈ വീഡിയോ സജസ്റ്റ് ചെയ്തത്. കാരണം പലർക്കും ഈ ഒരു റൂട്ട് അറിയണ്ടാവും. നമ്മുടെ പുറത്തുനിന്നൊക്കെ കുറേ ആളുകൾ വന്നിട്ട് മേലൊക്കെ പെട്ടു പോയിട്ട് വഴി അറിയാതെ, അതുപോലെ തന്നെ പൊടിയിലും കാര്യങ്ങളിലൊക്കെ കുടുങ്ങിയ കുട്ടികളൊക്കെ കണ്ട് കുറേ ഡെയിലി ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ അത് മാത്രമാണ്, അല്ലാതെ ഈ കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഈ വഴി കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആക്കിയിട്ട് ഒരു ചെറിയൊരു കണ്ടൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു റോഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് കൂരാച്ചുണ്ട് വഴി നമ്മുടെ കല്ലാനോട് വന്നിട്ട് തോണിക്കടവിലേക്ക് പോവാം, അതുപോലെ തന്നെ കക്കയത്തേക്കും ഈ റൂട്ട് വഴി പോകാൻ പറ്റും. അപ്പം നമ്മൾ മൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഓക്കെ, നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.